Renu, ഞാൻ Renu. എല്ലാവർക്കും സുഖമല്ലേ? സുഖമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഈ ഒരു മേക്കപ്പ് ലുക്ക് ഞാൻ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നോ മേക്കപ്പ് ലുക്ക് ആണ് കേട്ടോ. അതായത് ഒത്തിരി മേക്കപ്പ് ഇല്ലെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു മേക്കപ്പ്. അപ്പം ഈ ലുക്ക് ഞാൻ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തതെന്ന് ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പം നമുക്ക് വീഡിയോ കാണാം. അപ്പം ഞാൻ എൻ്റെ ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തു, ഓൾറെഡി മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തു. ഇനി ഞാൻ പ്രൈമർ അപ്ലൈ ചെയ്യുമ്പോഴാണ്. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന കളർബാറിൻ്റെ പ്രൈമറാണ്. ഇത് നല്ലൊരു പ്രൈമറാണ് കേട്ടോ. ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റിൻ്റെ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഞാൻ പ്രൈമർ എൻ്റെ ഫേസിലും നെക്കിലും ഒക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഞാൻ ഫൗണ്ടേഷൻ ഇടാൻ പോവാണ്. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന എൻ്റെ ഫേവറേറ്റ് ഫൗണ്ടേഷനാണ് Maybeline FitMEയുടെ ഫൗണ്ടേഷൻ. എൻ്റെ ഷെയ്ഡ് വന്നിട്ട് Baige ആണ്. ഞാൻ ഇതിൻ്റെ ഷെയ്ഡ് നമ്പർ എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫേസിൽ നന്നായിട്ട് ഡോട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഈ നെക്കിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യണം. നമ്മളെപ്പോഴും ഫേസിൽ ഫൗണ്ടേഷൻ ഇട്ടാൽ മറക്കരുത് നെക്കിലിടാൻ വേണ്ടിയിട്ട്. നെക്കിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ ഫേസിൽ വേറൊരു കളറ് നെക്കിൽ വേറൊരു കളറായിരിക്കും. അതുകൊണ്ട് ഇപ്പോഴും മുഖത്തും കഴുത്തിലും ഒരേപോലെ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാം. ഇനി ഞാനൊരു ബ്യൂട്ടി ബ്ലെൻഡർ വെച്ച് നന്നായിട്ട് ഡാബ് ചെയ്യാണ് കേട്ടോ. ഫൗണ്ടേഷൻ എപ്പോഴും ഡാബ് ചെയ്യുകയേ ചെയ്യാവൂ, ഡ്രാഗ് ചെയ്യല്ല. നന്നായിട്ട് ഡാബ് ചെയ്ത് കൊടുക്കുക. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ കവർ സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട് കൺസീലർ പാലറ്റ് ആണ് കേട്ടോ. ഇത് ബിഗിനേഴ്സിനൊക്കെ പറ്റിയൊരു കൺസീലർ പാലറ്റ് ആണ്. കാരണം എൻ്റെ അത് കുറേ ഷെയ്ഡ്സ് വരുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ അകത്തെ ഓറഞ്ച് കളർ കറക്റ്റർ അപ്ലൈ ചെയ്യാൻ പോലെ എൻ്റെ ഈ ഓറഞ്ച് കളർ കറക്റ്റർ അപ്ലൈ ചെയ്യാൻ പോലെ. ഓറഞ്ച് കളർ കറക്റ്റർ നമ്മളുടെ ഡാർക്ക് സ്പോട്ട്സ് നന്നായിട്ട് ഹൈഡ് ചെയ്യും. എൻ്റെ ഫേസിൽ ഒരുപാട് ഡാർക്ക് സ്പോട്ട്സ് ഉണ്ട്, അപ്പോൾ അത് ഹൈഡ് ചെയ്യാനായിട്ട് ഞാൻ ഈ കറക്റ്റർ യൂസ് ചെയ്യാണ്. സെയിം ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് നന്നായിട്ട് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഞാൻ ലിക്വിഡ് കൺസീലർ ഉപയോഗിക്കാൻ പോവുകയാണ്. ഞാൻ എടുത്തിരിക്കുന്ന NYBaeയുടെ ലിക്വിഡ് കൺസീലറാണ്. ഞാൻ ഇതിൻ്റെ ഷെയ്ഡ് നെയിം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഞാൻ നന്നായിട്ട് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളെപ്പോഴും കളർ കറക്റ്റർ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഷെയ്ഡിലുള്ള ലിക്വിഡ് കൺസീലേഴ്സോ അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ ഷെയ്ഡിലുള്ള കൺസീലർ യൂസ് ചെയ്ത് കഴിയുമ്പം നല്ലതായിട്ട് ഡാർക്ക് സ്പോട്ട്സ് എല്ലാം നന്നായിട്ട് ഹൈഡ് ആവും. അങ്ങനെ എൻ്റെ ഫേസിൽ ഇപ്പോൾ ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടാവും. ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഒരുപാട് ഡാർക്ക് സ്പോട്ട്സ് ഉണ്ട്, നന്നായിട്ടുണ്ട്. ഡാർക്ക് സർക്കിൾസും ഉണ്ട്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ഹൈഡായിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവുന്നുണ്ടാവും. എൻ്റെ ഡാർക്ക് സ്പോട്ട്സ് നന്നായിട്ട് ഹൈഡായിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് കളർ കറക്റ്റർ യൂസ് ചെയ്തിട്ട് കൺസീലർ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഡാർക്ക് സ്പോട്ട്സ് എല്ലാം നന്നായിട്ട് ഹൈഡാവും. ഇനി ഞാനൊരു കോമ്പാക്റ്റ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇത് ഫേസസ് കാനഡയുടെ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കോമ്പാക്റ്റാണ്, നല്ല കോമ്പാക്റ്റാണ്. ഇതിൻ്റെ അകത്ത് തന്നെ ഒരു ചെറിയ സ്പോഞ്ച് വരുന്നുണ്ട്. ഞാൻ അത് വെച്ചിട്ട് തന്നെ ഞാൻ എൻ്റെ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യാണ്. സോ നെക്സ്റ്റ് ഞാൻ എൻ്റെ ഐബ്രോസ് ഡിഫൈൻ ചെയ്യാൻ പോവാണ്. ഞാൻ എടുത്തിരിക്കുന്ന Etude Houseൻ്റെ ബ്രൗൺ ഷെയ്ഡാണ്. ഇത് വളരെ നല്ലൊരു ഐബ്രോ പെന്നാണ് കേട്ടോ. ഇതിൻ്റെ ഒരു സൈഡിൽ സ്പൂളിയും ഒരു സൈഡിൽ പെന്നുമാണ്. ഇത് വെച്ചിട്ട് വർക്ക് ചെയ്യാൻ വളരെ ഈസിയാണ്. ഞാൻ കൂടുതലും ബ്രൗൺ ഷെയ്ഡ്സാണ് എൻ്റെ ഐബ്രോ ഡിഫൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. കാരണം എൻ്റെ ഫേസിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി നാച്ചുറൽ ലുക്ക് തരുന്നത് ബ്രൗൺ ഷെയ്ഡാണ്. എനിക്കിഷ്ടവും ബ്ലാക്കിനെക്കാട്ടിലും എനിക്കെപ്പോഴും ബ്രൗൺ ഷെയ്ഡ്സ് ഐബ്രോസിൽ ഫിൽ ചെയ്യാനാണ്, ഐബ്രോസിൽ ഡിഫൈൻ ചെയ്യാൻ ബ്രൗൺ ഷെയ്ഡ്സ് ഉപയോഗിക്കുന്നതാണ് എനിക്കിഷ്ടം. ഞാൻ മസ്കാര അപ്ലൈ ചെയ്യാൻ പോവാണ്. അതിന് എടുത്തിരിക്കുന്ന Vosteയുടെ മസ്കാരയാണ്. ഞാൻ ഇപ്പോൾ കണ്ണെഴുതുന്നില്ല, കാരണം നോ മേക്കപ്പ് ലുക്ക് അല്ലേ. അപ്പം കണ്ണെഴുതി കഴിഞ്ഞാൽ നമ്മൾ ഒരുങ്ങിയ പോലെ ഒരു തോന്നൽ വരും. അതുകൊണ്ട് ഞാൻ കണ്ണെഴുതുന്നത് സ്കിപ്പ് ചെയ്യാണ്. ഇനി ഞാൻ ഹൈലൈറ്റർ എഴുതാൻ പോവാണ്. ഹൈലൈറ്റർ അപ്ലൈ ചെയ്യാൻ പോവാണ്. അതിന് ഞാൻ എടുത്തിരിക്കുന്ന വെറ്റിംഗ് പൈൻറ്റിൻ്റെ ഹൈലൈറ്ററാണ്. ഞാൻ ഇപ്പം ബ്ലഷ് അപ്ലൈ ചെയ്യുന്നില്ല, കാരണം ഒരു നോ മേക്കപ്പ് ലുക്ക് ആയതുകൊണ്ട് ജസ്റ്റ് ഒരു ഗ്ലോ മതി. അപ്പം അതിനായിട്ട് ഞാൻ ഹൈലൈറ്റിങ് മാത്രമേ ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ന്യൂഡായിട്ടുള്ള ഒരു ബ്ലഷ് അപ്ലൈ ചെയ്യാം, കുഴപ്പമില്ല. ഞാൻ പക്ഷേ ജസ്റ്റ് ഒരു ഹെൽത്തി സ്കിന്നിന് ഒരു ഹെൽത്തി ലുക്ക് വരാൻ വേണ്ടിയിട്ട്, ഒരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് ഹൈലൈറ്റർ മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ. ഞാൻ എൻ്റെ ലിപ്പൊന്ന് മോയ്സ്ചറൈസ് ചെയ്യാൻ പോവാണ്. അതിനായിട്ട് എടുത്തിരിക്കുന്ന ലിപ് ബാം എൽഫിൻ്റെയാണ്. ഇത് നല്ലൊരു ലിപ് ബാമാണ്. എൽഫിൻ്റെ എല്ലാ ലിപ് ബാംസും വളരെ നല്ലതാണ്. ഇതിൻ്റെ ഷെയ്ഡ് നെയിം മാഞ്ഞു പോയി, അതുകൊണ്ട് ഇത് മാത്രമേ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യുന്നില്ല.
ഇനി ഞാൻ ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് ഇടാൻ പോകുന്നത്. ഇത് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്. ഇതൊരു അടിപൊളി കളറാണ്. ഇതിൻ്റെ പേര് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിടാം. ഇത് നമുക്ക് ഡെയിലി ഇടാൻ പറ്റിയ രീതിയിലുള്ളൊരു കളറാണ് കേട്ടോ. ഇത് ഒരുപാട് ഡാർക്കും അല്ല, ഒരുപാട് ലൈറ്റും അല്ല, വളരെ നല്ല ഒരു ഷെയ്ഡാണ്. ഇനി ഞാൻ എൻ്റെ മേക്കപ്പിന് സെറ്റ് ചെയ്യാൻ പോവാണ്. അതിന് ഞാൻ എടുത്തിരിക്കുന്ന സെറ്റിംഗ് സ്പ്രേ NYBaeയുടെ ആണ്. ഞാനിനി ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്യാണ് കേട്ടോ. നമ്മുടെ മേക്കപ്പ് എല്ലാം ഫേസുമായിട്ട് ഒന്നുകൂടെ ഒന്ന് ബ്ലെൻഡ് ആവാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം മേക്കപ്പ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ മേക്കപ്പ് ലുക്ക്. ഒരുപാട് പ്രോഡക്ട്സിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്കും ഇത് വളരെ എളുപ്പത്തിൽ ഈ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ എൻ്റെ ന്യൂ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.